ഓക്കെ, ഗുഡ് ഈവനിങ്. എടുത്തുചാട്ടം നന്നല്ല. പേജ് നമ്പർ 67. ഇപ്പൊ നമുക്കിതൊന്ന് വായിക്കാം. ഗ്രാമപ്രദേശത്തുള്ള ഒരു കർഷകന്റെ വീട്. അതിന്റെ മുൻവശത്ത് 2 ആൺകുട്ടികൾ വഴക്കടിക്കുന്നു. അത് കണ്ട് സഹോദരിയായ ബീന ഓടിയെത്തുന്നു. അല്ലേ? ഒരു സംഭാഷണം പോലെയാണ് ഇതിലുള്ളത്. അപ്പൊ എന്താണ് ഫസ്റ്റിൽ പറയുന്നത്? ഗ്രാമപ്രദേശത്തുള്ള ഒരു കർഷകന്റെ വീടാണ് നമ്മൾ ഈ കഥ നടക്കുന്നത്, അല്ലേ? അതിന്റെ മുൻവശത്ത് 2 ആൺകുട്ടികൾ വഴക്കടിക്കുന്നു. കാണുന്നുണ്ടോ ഇങ്ങ പിക്ചറില്? അത് കണ്ട് സഹോദരിയായ ബീന ഓടിയെത്തുന്നു. അപ്പൊ ബീന പറയണേ, ശബ്ദമുയർത്തിയിട്ടാ പറയുന്നത്, എന്റെ ചേട്ടന്മാരെ എന്തിനാ ഇങ്ങനെ തമ്മിത്തല്ലുന്നേ? രണ്ടുപേരും പിടിവിട്ടു മാറിക്കേ എന്ന് പറഞ്ഞു, അല്ലേ? അപ്പൊ ബാലു ദേഷ്യപ്പെട്ട്, നീ നിന്റെ പണി നോക്ക്, ഇവനെ ഇന്ന് ശരിപ്പെടുത്തിയിട്ട് കാര്യം. പിടിവലി തുടരുന്നു. ബീന രഘുവിനോടായി, രഘുവേട്ട ഒന്ന് പിടിവിട്ട് മാറ്. മാറി നിൽക്ക് പറഞ്ഞു. അവൾ രണ്ടുപേരെയും പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു. സാധിക്കുന്നില്ല. ബാലു, ഞാൻ കളിമണ്ണോണ്ട് ഒരു കൊമ്പനാനയെ ഉണ്ടാക്കി, ഇവനത് ഉടച്ചു കളഞ്ഞു. അപ്പൊ രഘു, ഞാനല്ല അത് ഉടച്ചതെന്ന് പറഞ്ഞില്ലേ? ബാലു, അതെ, നീ തന്നെയാണ് അത് നശിപ്പിച്ചേ. നിന്നെ ഞാൻ വെറുതെ വിടില്ല. ബീന വാവിട്ട് കരയുന്നു. രഘു, അതിന് നീ എന്തിനാ കരയുന്നേ? ബീന, നിങ്ങളിങ്ങനെ തല്ലിടുന്നത് കണ്ടാൽ എങ്ങനെ കരയാണ്ടിരിക്കും? കണ്ണു തുടച്ചിട്ട്. രഘുവേട്ടാ, ചേട്ടന്റെ തത്തക്കൂട് ഇതാ താഴെ വീണ് കിടക്കണ്. അത് കേട്ട് രഘു തലനിവർത്തി നോക്കി ഓടുന്നു. ബാലു, നന്നായുള്ളൂ. ബീന, എന്തിനാ ബാലേട്ടാ, നമ്മൾ സഹോദരങ്ങളല്ലേ? അപ്പൊ ബാലു, ബീനെ, നിനക്കറിയാമോ കളിമണ്ണ് കിട്ടാൻ ഞാൻ എത്ര ഓടിയെന്നോ? എന്നിട്ട് എത്ര കഷ്ടപ്പെട്ട ആ കൊമ്പനാന ഉണ്ടാക്കിയത്? അതവൻ തട്ടി നശിപ്പിച്ചില്ലേ? അപ്പൊ ബീന പറയാണ്, എന്ത്? അത് നശിപ്പിച്ചത് രഘുവേട്ടനല്ല ബാലു. പിന്നെ? ബീന, അത് നമ്മുടെ പട്ടി ചെയ്ത പണിയാ, ഞാൻ കണ്ടതാ. അപ്പൊ ബാലു പറയുന്നത്, എന്ത്? വിശ്വസിക്കാനാകാതെ നെറ്റി ചുളിച്ചിട്ടാ പറയുന്നത്. നേരോ? എന്തൊരു കഷ്ടാണ്, നിനക്കതിനെ കല്ലെറിഞ്ഞ് ഓടിക്കായിരുന്നില്ലേ? അപ്പൊ ബീന പറയണം, എന്ത്? ഞാൻ ഓടിച്ചു, അപ്പോഴേക്കും അത് കൊമ്പനാനെ തട്ടിത്തെറിപ്പിച്ചിരുന്നു. ഈ സമയം ദേഷ്യപ്പെട്ട് രഘു വരുന്നു. രഘു ബാലുവിനോടായി, എന്റെ തത്തക്കുടി നീ തല്ലിപ്പൊളിച്ചു അല്ലേടാ? ബാലു, നീ കണ്ടോ? രഘു, ഞാൻ കൊമ്പനാനെ തകർക്കുന്നത് നീ കണ്ടോ? അപ്പൊ ബാലു കുറ്റബോധത്തോടെ, നമ്മുടെ പട്ടിയാണ് തട്ടിത്തകർത്തതെന്ന് ഞാൻ ഇപ്പോഴാ അറിഞ്ഞത്. അപ്പൊ ബീന എന്താ പറയുന്നേ? ഞാനത് കണ്ടതാ. രഘു, അതിന്റെ പക വീട്ടാനല്ലേ നീ എന്റെ തത്തക്കൂട് തകർത്തത്? അപ്പൊ ബാലു, ഞാനല്ല അത് ചെയ്തത്, ഞാനല്ല. രഘു, പിന്നെ ആരാണ്? അത് കേട്ട് അച്ഛൻ വരുന്നു. അച്ഛൻ, ഞാനാ അതിന് കാരണക്കാരൻ. രഘു, എന്റെ തത്തക്കൂട് അച്ഛൻ നശിപ്പിച്ചെന്നോ? അച്ഛൻ, മനഃപൂർവ്വമല്ല മോനെ, വിറകുപുരയെന്ന് വിറകെടുത്തപ്പോ തെറിച്ച് തത്തക്കൂട്ടിൽ വീണതാ. കൂട് പൊട്ടി താഴെ വീണുപോയി. അപ്പൊ രഘു എന്താ പറയുക നോക്കിയേ? എന്തായാലും തത്തയ്ക്കൊന്നും പറ്റിയില്ല, ഭാഗ്യം, അത് പറന്നുപോയി. ബാലു, പറയടാ രഘു, കിളിക്കൂട് ഞാനാ നശിപ്പിച്ചേ? രഘു, കൊമ്പനാനെ ഞാനല്ല ഉടച്ചെന്ന് ബീന പറഞ്ഞില്ലേ? ഇപ്പൊ ബീന, ബാലേട്ടൻ കളിമണ്ണുണ്ടാക്കിയ കൊമ്പനാനയെ നമ്മുടെ പട്ടി തട്ടിക്കളഞ്ഞു. അത് രഘുവേട്ടൻ ചെയ്തതാന്നും പറഞ്ഞ് രണ്ടും കൂടി തല്ലിടുവായിരുന്നു. അപ്പൊ അച്ഛൻ എന്താ പറഞ്ഞേ? ആരും കുറ്റം ചെയ്തിട്ടില്ല, കാര്യമറിയാതെ ആരിലും കുറ്റം ചുമത്തരുത്, അതാ കുഴപ്പം. കുറ്റം ചെയ്യാത്തവനെ കുറ്റക്കാരനായി വിധിക്കരുത്. അപ്പൊ ബാലു എന്താ പറഞ്ഞേ? രഘുവിന്റെ നേരെ നോക്കി, എന്നോട് ക്ഷമിക്കടാ രഘു. രഘു, ചേട്ടൻ എന്നോടും. അച്ഛൻ സന്തോഷഭാവത്തിൽ പുഞ്ചിരിച്ച് രണ്ടുപേരുടെയും തോളത്ത് കൈവെക്കുന്നു. അതാണ് കഥ, അല്ലേ? നല്ല, നിങ്ങൾക്ക് 3 പേർക്കൊക്കെ വായിച്ച് നല്ല ഭംഗിയിൽ വായിച്ചു പോവാ അത് വേണമെങ്കിൽ, അല്ലേ? എങ്ങനെയാണ്? എന്താ പറയുന്നത്? എടുത്തുചാട്ടം നന്നല്ല എന്ന് പറഞ്ഞു. ആർക്കും എടുത്തുചാട്ടം നന്നല്ല, അല്ലേ? പെട്ടെന്ന് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നത്, ആരെങ്കിലും കുറ്റം പറയുന്നത് നന്നല്ല. അതിന്റെ ശരിയായ ഇതറിഞ്ഞിട്ട് മാത്രമേ ആരെയും നമ്മള് പഴിചാരാൻ പാടുള്ളൂ, അല്ലേ? കുറ്റക്കാരനാണോ എന്ന് നമ്മള് ഉറപ്പിച്ചിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോ അച്ഛൻ അവസാനം എന്താ പറഞ്ഞു നോക്കിയേ? അച്ഛൻ സന്തോഷഭാവത്തിൽ പുഞ്ചിരിച്ച് രണ്ടുപേരുടെയും തോളത്ത് കൈവെക്കുന്നു. അപ്പൊ അച്ഛനെ അവർക്ക് കുറ്റബോധം മനസ്സിലായി, അല്ലേ? വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിയതാണെന്ന് അവർക്ക് മനസ്സിലായി. അപ്പൊ എടുത്തുചാട്ടം നിങ്ങളുടെ ആയാലും ഒരു കാര്യത്തിലും നന്നല്ല എന്നാണ് ഈ കഥയിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്, അല്ലേ? നോക്കാം ഒന്നുകൂടി. എവിടെയാണ് ഈ സംഭവം നടക്കുന്നത് നോക്കിയേ? ഗ്രാമപ്രദേശത്തുള്ള ഒരു കർഷകന്റെ വീട്, അല്ലെ? എവിടെയാണ്? ഒരു കർഷകന്റെ വീടാണ് ഇവിടെ പറയുന്നത്. ഗ്രാമപ്രദേശത്തുള്ള
അതിന്റെ മുൻവശത്ത് രണ്ട് ആൺകുട്ടികൾ വഴക്കടിക്കുന്നു. കാണുന്നുണ്ടല്ലോ പിക്ചറില്, രണ്ട് ആൺകുട്ടികൾ തല്ലും പിടിയും കൂടുകയാണ്. അത് കണ്ട് സഹോദരിയായ ബീന ഓടിയെത്തുന്നു. അപ്പോ സഹോദരി ബീന എന്ത് ചെയ്തു? എത്തി അല്ലെ. അപ്പൊ ബീന എന്താ പറയുന്നത്? കണ്ടപാടെ ശബ്ദം ഉയർത്തിയിട്ടാ പറഞ്ഞത് അല്ലെ. നമ്മളെന്താ ചെയ്യുക? ആരെങ്കിലും തല്ലുപിടി വിടുമ്പോ ശബ്ദം ഉയർത്തി പറയൂ അല്ലെ. എങ്ങനെയാ പറഞ്ഞേ? എന്റെ ചേട്ടന്മാരെ, അപ്പൊ അവളുടെ ചേട്ടന്മാരാണ് ഈ തല്ലുപിടിയും കൂടുന്നത് അല്ലെ. എന്റെ ചേട്ടന്മാരെ എന്തിനാ ഇങ്ങനെ തമ്മി തല്ലുന്നേ? രണ്ടുപേരും പിടിവിട്ട് മാറിക്കേ പറഞ്ഞു. അപ്പൊ എന്തിനാ നിങ്ങൾ ഇങ്ങനെ തല്ലും പിടിയും കൂടുന്നേ? രണ്ടുപേരും പിടിവിട്ട് മാറ്, ഇങ്ങനെ തല്ലും പിടിയും കൂടല്ലേ എന്ന് പറഞ്ഞു അല്ലെ. ശബ്ദം ഉയർത്തിയിട്ടാണ് പറഞ്ഞത്. അപ്പൊ എന്താ പറയുന്നത്? ബാലു, ഒരാളെ പേരെന്താ അപ്പക്ക്? ബാലു, രഘു, ബീന അല്ലെ. അങ്ങനെ 3 പേരാണ് മക്കളുള്ളത്. അതില് ബാലു എന്താ പറയുന്നത്? ദേഷ്യപ്പെട്ടിട്ടാ പറയുന്നത്. എന്തരം എന്നാ പറയുന്നേ? നീ നിന്റെ പണി നോക്ക്, ഇവനെ ഇന്ന് ശരിപ്പെടുത്തിട്ട് കാര്യം, പിടിവലി തുടരുന്നു അല്ലെ. നമ്മൾ അങ്ങനെയാ പറയാം, നീ നിന്റെ പണി നോക്ക്, ഇവനെ ഇന്ന് ശരിപ്പെടുത്തിയിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞു അല്ലെ. ശരിപ്പെടുത്തിയിട്ട് പറഞ്ഞാല് ഇവനെ ശരിയാക്കിയിട്ട് തന്നെ കാര്യം എന്ന്. അപ്പൊ പിടിവലി തുടരുന്നു, രണ്ടുപേരും തല്ലും പിടി തുടരുന്നു. അപ്പൊ ബീന എന്താ പറയുന്നത്? രഘുവിനോടായിട്ടാ പറയുന്നത് ബീന. രഘുവേട്ടാ ഒന്ന് പിടിവിട്ടു മാറ്, മാറി നിൽക്ക് പറഞ്ഞു അല്ലേ. ബാലുവിനോട് പറഞ്ഞു. കാര്യമില്ലാന്ന് കണ്ടേര് എന്ത് ചെയ്തു ബീന? അടുത്ത ചേട്ടനോട് പറഞ്ഞു. എന്ത്? രഘുവിനോടായി പറഞ്ഞു, രഘുവേട്ടാ ഒന്ന് പിടിവിട്ട് മാറും, മാറി നിൽക്ക് പറഞ്ഞു. അവൾ രണ്ടുപേരെയും പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു, സാധിക്കുന്നില്ല അല്ലെ. അപ്പൊ ബാലു എന്താ പറയുന്നത്? ഞാൻ കളിമണ്ണോണ്ട് ഒരു കൊമ്പനാനയെ ഉണ്ടാക്കി, ഇവനത് ഉടച്ചു. എന്താ കാരണം? അവർ തല്ലുംപിടിയും കൂടാൻ കാരണം എന്താണ്? കളിമണ്ണോണ്ട് ഒരു കൊമ്പനാനയെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ബാലു അല്ലെ. അപ്പൊ അത് ഉടച്ചു കളഞ്ഞത് രഘുവാണ് എന്ന തെറ്റിദ്ധാരണയിലാണ് ഈ തല്ലും പിടിയും കൂടുന്നത് അല്ലെ. അപ്പൊ ബാലു അന്നേരം രഘു എന്താ പറഞ്ഞ? ഞാനല്ല അത് ഉടച്ചതെന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ബാലു എന്താ പറഞ്ഞത്? അതെ, നീ തന്നെയാണ് അത് നശിപ്പിച്ചേ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. അപ്പൊ നീ തന്നെയാണ് നശിപ്പിച്ചത്, നിന്നെ ഞാൻ വെറുതെ വിടൂല, എന്റെ ആനയെ നശിപ്പിച്ച നിന്നെ ഞാൻ വെറുതെ വിടൂല എന്ന് പറഞ്ഞു. അപ്പൊ ബീന എന്ത് ചെയ്യുന്നു? രണ്ടുപേരും തല്ലുപിടി കണ്ടിട്ട് ബീന എന്ത് ചെയ്യുന്നു? വാവിട്ട് കരയുവാണ് അല്ലെ. ഏട്ടന്മാര് തല്ലുപിടിയും കൂടുന്ന കണ്ടിട്ട് ബീനക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അവളെന്ത് ചെയ്തു? കരയുന്നു അല്ലെ. അപ്പൊ അടുത്ത് എന്താ പറഞ്ഞ രഘു? അതിന് നീ എന്തിനാ കരയുന്നേന്ന് ചോദിച്ചു. അപ്പൊ ബീന, നിങ്ങളിങ്ങനെ തല്ലിടുന്നത് കണ്ടാൽ എങ്ങനെ കരയാണ്ടിരിക്കും? കണ്ണു തുടച്ചിട്ട് പറഞ്ഞു. എന്താ പറയുന്നേ? രഘുവേട്ടാ, ചേട്ടന്റെ തത്തക്കൂട് ഇതാ താഴെ വീണ് കിടക്കണ്. അത് കേട്ട് രഘു തല നിവർത്തി നോക്കി ഓടുന്നു. അപ്പൊ രഘു എന്ത് ചെയ്തു? അതിൽ നിന്ന് തത്തക്കീട് വീണ് കിടക്കുന്ന കണ്ടുകൊണ്ട് ഓടി അല്ലെ. അപ്പോ അവന്റെ തത്തക്കൂട് നിലത്ത് വീണ് കിടക്കുന്ന കണ്ടുകൊണ്ട് രഘു എന്തായി? പിടിവിട്ട് ഓടി. അപ്പൊ തല്ലും പിടി തൽക്കാലത്തേക്ക് തല്ലും പിടിക്ക് എന്തായി? ശമനായി അല്ലെ. അപ്പോ രഘു തത്തക്കൂടിന്റെ അടുത്തേക്ക് ഓടുന്നു. അതാണ് ആ സീനിൽ പറയുന്നത് അല്ലെ. അപ്പൊ ബാലു നന്നായുള്ളു. എന്തുകൊണ്ടാ ബാലു അങ്ങനെ പറയാൻ കാരണം എന്താ? നന്നായിന്ന് അവന്റെ ആനയെ പൊട്ടിച്ചോണ്ട് നിനക്കും കിട്ടി പണി എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അല്ലെ. നന്നായി പറഞ്ഞു, നന്നായേ ഉള്ളൂ എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ബീന, എന്തിനാ ബാലേട്ടാ, നമ്മള് സഹോദരങ്ങളല്ലേ, നമ്മൾ തമ്മില് എന്തിനാ ഒരു വഴക്ക്? നമ്മള് സഹോദരങ്ങളല്ലേ, എന്തിനാ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ബാലു എന്താ പറഞ്ഞേ? ബീനെ, നിനക്കറിയാമോ കളിമണ്ണ് കിട്ടാൻ ഞാൻ എത്ര ഓടിനോ, എന്നിട്ട് എത്ര കഷ്ടപ്പെട്ട ആ കൊമ്പനാനെ ഉണ്ടാക്കിയത്, അതവൻ തട്ടി നശിപ്പിച്ചില്ലേ. അപ്പോ ഇത് കൃത്യമായി ബാലുവിന്റെ മനസ്സിൽ എന്താ വിചാരം? ആര് തട്ടിയിട്ടു തന്നെയാ? രഘു ആണ് അത് നശിപ്പിച്ചത് തന്നെയാണ് വിചാരം അല്ലെ. ശരിക്കുള്ള എന്താണ് അവസ്ഥ എന്ന് മനസ്സിലാക്കാതെയാണ് അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധരിക്കുന്നത് പറയുന്നത് അല്ലെ. അപ്പൊ എന്താ പറഞ്ഞത്? എന്തിനാ ബാലാട്ടാ, നമ്മൾ സഹോദരങ്ങളല്ലേ പറഞ്ഞു. അപ്പൊ ബാലു എന്താ പറഞ്ഞു? ബീനെ, നിനക്കറിയാമോ കളിമണ്ണ് കിട്ടാൻ ഞാൻ എത്ര ഓടിനോ, എന്നിട്ട് എത്ര കഷ്ടപ്പെട്ട ആ കൊമ്പനാനെ ഞാൻ ഉണ്ടാക്കിയത്, അതവൻ തട്ടി നശിപ്പിച്ചില്ലേ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോ എല്ലാവരും നിങ്ങളായാലും വീട്ടിൽ നിന്ന് എന്താണ്, നിങ്ങളുടെ എന്തെങ്കിലും ഒരു സാധനങ്ങൾ കാണാതെ പോയാൽ എന്താ ചെയ്യുക? നിങ്ങൾ മറ്റുള്ള ഏട്ടനെയായാലും അനിയനായാലും അനിയത്തിയെ ഒക്കെ കുറ്റം പറയും, പഴിചാരും അല്ലേ. നീയല്ലേ അത് പൊളിച്ചത്, അല്ലെങ്കിൽ നീയല്ലേ അത് കളഞ്ഞത് എന്ന് പറയും. പക്ഷെ നിങ്ങളത് ശരിയായിട്ട് അറിയാതെ ആയിരിക്കും പറയുക. അത് നീ തന്നെയാണ് കളഞ്ഞതെന്ന് തീർത്തങ്ങ് തീരുമാനിക്കും അല്ലേ. അപ്പൊ ശരിക്കുള്ള ശരിയായ വിവരം അറിയാതെയാണ് നിങ്ങൾ ചെയ്യുക. അതാണ് ഇതിൽ പറയുന്നത്.
അപ്പൊ എന്താ പറഞ്ഞത്? ബീന എന്താ പറഞ്ഞത്? അത് നശിപ്പിച്ചത് രഘുവേട്ടനല്ല. അപ്പൊ ബീന അത് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാ പറഞ്ഞത് അത് നശിപ്പിച്ചത് രഘുവേട്ടനല്ല. അന്നേരം ബാലു ചോദിക്കുന്നു, പിന്നെ ആരാ നശിപ്പിച്ചതെന്ന് ചോദിക്കുന്നു. അപ്പൊ ബീന, അത് നമ്മുടെ പട്ടി ചെയ്ത പണിയാ, ഞാൻ കണ്ടതാ പറഞ്ഞു. അപ്പൊ ഇത്രയും നേരം രഘുവിനെ അവൻ വെറുതെ സംശയിച്ചു അല്ലെ, ഏട്ടനെ വെറുതെ സംശയിച്ചു. അപ്പൊ ബീന, അത് നമ്മുടെ പട്ടി ചെയ്ത പണിയാന്ന് ഞാൻ കണ്ടതാന്ന് പറഞ്ഞു. അപ്പൊ ബാലു എന്താ പറയുന്നത്? വിശ്വസിക്കാനാകാതെ നെറ്റി ചുളിച്ചിട്ട് പറയുന്നത്, നേരോ, എന്തൊരു കഷ്ടാണ്, നിനക്കതിനെ കല്ലെറിഞ്ഞ് ഓടിക്കായിരുന്നില്ലേ? നീ കണ്ടിട്ട് എന്തേ അനങ്ങാതിരുന്നത്? അതിനെ കല്ലെറിഞ്ഞ് ഓടിക്കായിരുന്നില്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ബീന എന്താ പറഞ്ഞത്? ഞാൻ ഓടിച്ചു, അപ്പോഴേക്കും അത് കൊമ്പനാന തട്ടിത്തെറിപ്പിച്ചിരുന്നു. ഈ സമയം ദേഷ്യപ്പെട്ട് രഘു വരുന്നു അല്ലേ? അപ്പൊ രഘു എന്താ ചെയ്യുന്നേ? ദേഷ്യപ്പെട്ട് വരികയാണേ. അന്നേരം എന്താ പറഞ്ഞേ? രഘു ബാലുവിനോടായി പറഞ്ഞേ, എന്റെ തത്തക്കൂടി നീ തല്ലിപ്പൊളിച്ചു അല്ലേടാ. അപ്പൊ അടുത്തതായി എന്ത്? രഘു ഇങ്ങോട്ട് കുറ്റം പറയാൻ തുടങ്ങി. എന്ത്? എന്റെ തത്തക്കൂട് നീ തല്ലിപ്പൊളിച്ചു അല്ലേടാ പറഞ്ഞു. അപ്പൊ ബാലു, നീ കണ്ടോന്ന് ചോദിച്ചു. രഘു, ഞാൻ കൊമ്പനാനെ തകർക്കുന്നത് നീ കണ്ടോ? കണ്ടിട്ടാണോ നീ പറയുന്നത് ഇങ്ങനെയല്ലേ? അപ്പൊ അതുപോലെ തന്നെയാണ് കാര്യം, ഇത് ഞാൻ ചെയ്തതല്ല, പരസ്പരം രണ്ടുപേരും ചെയ്തതല്ല അല്ലേ? അപ്പൊ ഞാൻ കൊമ്പനാനെ തകർക്കുന്നത് നീ കണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ബാലു എന്താ പറയുന്നത്? കുറ്റബോധത്തോടെ. അപ്പൊ അവന് കുറ്റബോധം ഉണ്ടായി. എന്തുകൊണ്ടാ കുറ്റബോധം ഉണ്ടായത് ബാലുവിന്? എന്തുകൊണ്ടാണ് ബാലുവിന് കുറ്റബോധം ഉണ്ടായത്? ആർക്കറിയാം? എന്തുകൊണ്ടാണ് ബാലുവിന് കുറ്റബോധം ഉണ്ടായത്? കുറ്റബോധത്തോടെ നമ്മുടെ പട്ടിയാണ് തകർത്തെന്ന് പറഞ്ഞത്. ബീന പറഞ്ഞ സമയത്ത് അല്ലേ? ഓക്കെ, അപ്പോഴാണ് കുറ്റബോധം ഉണ്ടായത്. കുറ്റബോധം എന്ന് പറഞ്ഞാൽ എന്താണ്? കുറ്റം ചെയ്തു എന്നുള്ളൊരു ബോധം അല്ലേ? ഞാൻ തെറ്റാണ് കാണിച്ചത്, അവനെ വെറുതെയാണ് വഴിചാരി എന്നുള്ള ബോധം ബാലുവിനുണ്ടായി. അപ്പൊ കുറ്റബോധത്തോടെ നമ്മുടെ പട്ടിയാണ് അത് തകർത്തതെന്ന് ഞാൻ ഇപ്പോഴാ അറിഞ്ഞത് പറഞ്ഞു. അപ്പൊ ബീന, ഞാനത് കണ്ടതാ, ബീന കണ്ടത് കൊണ്ടാണ് അത് പറഞ്ഞത് അല്ലേ? ഇപ്പൊ രഘു എന്താ പറഞ്ഞത്? അതിന്റെ പക വീട്ടാനല്ലേ നീ എന്റെ തത്തക്കൂട് തകർത്തത് ചോദിച്ചു. രഘു, അതിന്റെ പക വീട്ടാനല്ലേ നീ എന്റെ തത്തക്കൂട് തകർത്ത് ചോദിച്ചു. അപ്പൊ ബാലു എന്താ പറഞ്ഞത്? ഞാനല്ല അത് ചെയ്തത്, ഞാനല്ല. അപ്പൊ രഘു, പിന്നെ ആരാണ്? അത് കേട്ടിട്ട് ആര് വരുന്നു? അച്ഛൻ വരുന്നു അല്ലേ? അപ്പൊ എത്ര ആളായി നമ്മുടെ കഥയില്? എത്ര കഥാപാത്രങ്ങളായി ഇപ്പോ? 4 പേരായി അല്ലേ? ആരൊക്കെയാ? ബീന, രഘു, ബാലു, അച്ഛൻ. ബീന, രഘു, ബാലു, അച്ഛൻ. അപ്പൊ ആ 4 പേരും എത്തിയല്ലേ? 4 പേരും ഉണ്ട് നമ്മുടെ കഥയിൽ. അപ്പോ 4 പേരില് 4ാമത്തെ ആള് രംഗത്തെത്തി അല്ലേ? ആര്? അച്ഛൻ. അച്ഛൻ എന്താ പറഞ്ഞത്? ഞാനാ അതിന് കാരണക്കാരെന്ന് പറഞ്ഞു. എന്തിന്? ഏതിന് കാരണക്കാരൻ ഞാനാണെന്നാ പറഞ്ഞത് അച്ഛൻ? തത്തക്കൂട് തകർത്തതിന് കാരണം ഞാനാണ് എന്ന് അച്ഛൻ പറഞ്ഞു. അപ്പോ രഘു എന്നാ പറഞ്ഞേ? എന്റെ തത്തക്കൂട് അച്ഛൻ നശിപ്പിച്ചെന്നോ ചോദിച്ചു. രഘുവിന് വിശ്വസിക്കാനായില്ല. അച്ഛൻ തത്തക്കൂട് നശിപ്പിക്കുന്നെന്ന് രഘു ഒരിക്കലും വിശ്വസിച്ചില്ല. അതുകൊണ്ട് ചോദിച്ചു, എന്താ ചോദിച്ചേ? എന്റെ തത്തക്കൂട് അച്ഛൻ നശിപ്പിച്ചെന്നോന്ന് ചോദിച്ചു. അപ്പൊ അച്ഛൻ എന്താ പറഞ്ഞത്? മനഃപൂർവ്വമല്ല മോനെ, മനഃപൂർവ്വമല്ല മോനെ പറഞ്ഞു. ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. പിന്നെ എങ്ങനെയാ പറ്റിയത്? വിറക് പുരേന്ന് വിറകെടുത്തപ്പോ കൂട്ടിൽ വീണതാന്ന് പറഞ്ഞു. അപ്പൊ കൂട് പൊട്ടി താഴെ വീണുപോയി എന്ന് പറഞ്ഞു അല്ലെ അച്ഛൻ? മനഃപൂർവ്വമല്ല മോനെ, വിറക് പുരേന്ന് വിറകെടുത്തപ്പോ തെറിച്ച് തത്തക്കൂട്ടിൽ വീണതാ, കൂട് പൊട്ടി താഴെ വീണുപോയി എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ രഘു എന്നാ പറഞ്ഞത്? എന്തായാലും തത്തയ്ക്കൊന്നും പറ്റിയില്ല, ഭാഗ്യം, അത് പറന്നുപോയി പറഞ്ഞു. അപ്പൊ ബാലു, പറയടാ രഘു, കിളിക്കൂട് ഞാനാ നശിപ്പിച്ചേ? ബാലു ചോദിക്കുന്നു, കിളിക്കൂട് ഞാനാണോ നശിപ്പിച്ചേന്ന് ചോദിച്ചു. അപ്പൊ എന്താ പറയുന്നത് രഘു? രഘു എന്താ പറഞ്ഞേ? കൊമ്പനാനെ ഞാനല്ല ഉടച്ചേന്ന് ബീന പറഞ്ഞില്ലേ? ബീന, ബാലേട്ടൻ കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കിയ കൊമ്പനാനെ നമ്മുടെ പട്ടി തട്ടിക്കളഞ്ഞു, അത് രഘുവേട്ടൻ ചെയ്തൊന്നും പറഞ്ഞ് രണ്ടും കൂടി തല്ലിയിടുവായിരുന്നു. ആര്? ഇവര് രണ്ടുപേരും തല്ലിയിടുവായിരുന്നു. അച്ഛനോട് ആര് പറഞ്ഞു? ബീന പറഞ്ഞു അല്ലേ? അപ്പൊ അച്ഛൻ ആരും കുറ്റം ചെയ്തിട്ടില്ല, കാര്യമറിയാതെ ആരിലും കുറ്റം ചുമത്തുക. അതാണ് അതിന്റെ മെയിൻ പോയിന്റ്. എന്താണ്? ആരും കുറ്റം ചെയ്തിട്ടില്ല, കാര്യമറിയാതെ ആരിലും കുറ്റം ചുമത്തരുത്, അതാണ് കുഴപ്പം. അപ്പൊ നിങ്ങൾ കാര്യം അറിയാതെ ഇനി ആരെങ്കിലും മേലിൽ കുറ്റം ചുമത്തോ?
സത്യസന്ധമായി എന്തായാലും അത് കണ്ട് ബോധ്യപ്പെടണം അല്ലേ നമുക്ക്, എന്നാലേ അവരെ നമ്മൾ പഴിചാരാൻ പാടുള്ളൂ, നിങ്ങളാണ് കുറ്റം ചെയ്തതെന്ന് അല്ലേ. ഓക്കെ, വെരി ഗുഡ്. അപ്പോ ഈ കഥയിൽ നിന്ന് അതാണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്ന ഗുണപാഠം, എന്ത് കാര്യം അറിയാൻ നമ്മൾ ആരെയും പഴിചാരരുത് അല്ലേ, കുറ്റം ചുമത്തരുത്. അതാണ് കുഴപ്പം. കുറ്റം ചെയ്യാത്തവനെ കുറ്റക്കാരനായി വിധിക്കരുത്. ഒരു കാരണവശാൽ നമ്മൾ കുറ്റം ചെയ്യാത്തവനെ കുറ്റക്കാരനായി വിധിക്കരുത്. അപ്പൊ ബാലു രഘുവിന്റെ നേരെ നോക്കി, എന്നോട് ക്ഷമിക്കടാ രഘു. അപ്പൊ അവരുടെ ഇത് മാറിയല്ലേ. അപ്പൊ എന്നോട് ക്ഷമിക്കടാ രഘു എന്ന് പറഞ്ഞു. അപ്പൊ രഘു എന്താ പറഞ്ഞത്, ചേട്ടൻ എന്നോട് ക്ഷമിക്കണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവര് കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, അതുകൊണ്ട് എന്നോടും ക്ഷമിക്ക് എന്ന് പറഞ്ഞു. അപ്പൊ എന്തായിരുന്നു, അച്ഛൻ സന്തോഷഭാവത്തിൽ പുഞ്ചിരിച്ച് രണ്ടുപേരുടെയും തോളത്ത് കൈവെക്കുന്നു. അതാണ് കഥ അല്ലെ. അപ്പൊ നമുക്കിപ്പൊ എങ്ങനെയാ ഇത് വായിക്കണ്ടെന്ന് അറിഞ്ഞോ? എങ്ങനെയാ, ഒരാള് ബീനയാവും. നമ്മുടെ കഥാപാത്രങ്ങൾ 4 പേരുണ്ട്. അതിൽ ഒരാള് ബീന, ഒരാള് രഘു, ഒരാള് ബാലു, പിന്നെയോ 4ാമത്തെ അച്ഛൻ. ആരൊക്കെയാവുന്നത്? ദേവാഞ്ജന എന്താവുന്നത്? ബീന. അല്ല, രഘു. രഘുവോ ബാലുവോ? ഏതാണ് രഘു. ഓക്കെ. നെക്സ്റ്റ് ആഗ്നസ്, ബാലു. ഇനി ആരാ? ആരോൺ. ആരോൺ എന്തേ കൈവക്കാത്തെ? അച്ഛൻ. ആരോൺ അച്ഛൻ ട്ടാ. നോക്കാല്ലേ നിങ്ങൾ എങ്ങനെ തകർത്ത് അഭിനയിക്കും നോക്കട്ടെ. അപ്പൊ ഞാൻ ആദ്യം അതിന്റെ രംഗത്തേക്ക് വരാം അല്ലെ. അപ്പൊ ഞാൻ ആദ്യം അത് വായിക്കാം. എന്ത്, നമ്മുടെ കഥയുടെ നമ്മുടെ നാടകം ആരംഭിക്കുകയായി. അതില് ഏതാണ് സ്ഥലവും ഇതെല്ലാം ഞാൻ വായിക്കാം അല്ലെ. അപ്പൊ ഞാൻ വായിക്കാം. ഗ്രാമപ്രദേശത്തുള്ള ഒരു കർഷകന്റെ വീട്. അതിന്റെ മുൻവശത്ത് 2 ആൺകുട്ടികൾ വഴക്കടിക്കുന്നു. അത് കണ്ട് സഹോദരിയായ ബീന ഓടിയെത്തുന്നു. ഓക്കെ, ബീന. എന്റെ ചേട്ടന്മാരെ, എന്തിനാ ഇങ്ങനെ തമ്മി തല്ലുന്നേ? രണ്ടുപേരും പിടിവിട്ടു മാറിക്കേ. ഓക്കെ, നെക്സ്റ്റ് ബാലുവാണ് അടുത്ത വായിക്കേണ്ടത്. നോക്കി വായിക്കണം ആ സമയത്ത്. ദേഷ്യപ്പെട്ട് നീ നിന്റെ പണി നോക്ക്. ഇവനെ ഇന്ന് ശരിപ്പെടുത്തിയിട്ട് കാര്യം. ഓക്കെ, പിടിവലി വേണ്ട, പിടിവലി തുടരുന്നു. അപ്പോ അടുത്തത് ബീന. ഒന്ന് പിടിവിട്ടു മാറ്. മാറി നിൽക്ക്. അവൾ രണ്ടുപേരും പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു, സാധിക്കുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ബാലു. ഞാൻ കളി മൺ കൊണ്ട് ഒരു കൊമ്പനാനെ ഉണ്ടാക്കി. ഇവൻ ഇത് ഒടിച്ചു കളഞ്ഞു. ഓക്കെ, രഘു. ഞാനല്ല അത് ഉടച്ചതെന്ന് പറഞ്ഞില്ലേ? ബാലു. അതെ, നീ തന്നെയാണ് അത് നശിപ്പിച്ചേ. നിന്നെ ഞാൻ വെറുതെ വിടില്ല. ബീന വാവിട്ട് കരയുന്നു. ബീന കരയേണ്ടി വരും കേട്ടോ ബീന. അടുത്ത നെക്സ്റ്റ് രഘു. അതിന് നീ എന്തിനാ കരയുന്നേ? ബീന. നിങ്ങൾ ഇങ്ങനെ തല്ലിടുന്നത് കണ്ടാൽ എങ്ങനെ കരയാതിരിക്കും? കണ്ണു തുടച്ചിട്ട് രഘുവേട്ട, ചേട്ടന്റെ തട്ടക്കൂട് താഴെ വീണ് കിടക്കണ്. അത് കേട്ട് രഘു തല നിവർത്തി നോക്കി. രഘു എന്താ ചെയ്യേണ്ടത്? തല നിവർത്തി നോക്കണം അല്ലേ? അതാ വേണ്ടത്. രഘുവിന് വായിക്കല്ല വേണ്ടത്. ഇപ്പൊ ബീന കരി എന്ന് പറയുമ്പോ കരയണം അല്ലേ? അങ്ങനെയല്ലേ അവതരിപ്പിക്കുക. ഓക്കെ, അടുത്ത ബാലു. നന്നായുള്ള. ഓക്കെ, ബീന. എന്തിനാ ബാലേട്ട, നമ്മള് സഹോദരങ്ങളല്ലേ? ബാലു. ബീനെ, നിനക്കറിയാമോ കളി മണ്ണു കിട്ടാൻ ഞാൻ എത്ര ഓടിന്നോ? എന്നിട്ട് എത്ര കഷ്ടപ്പെട്ടിട്ടാ ഞാൻ ആ കൊമ്പനാനെ ഉണ്ടാക്കിയത്. അത് അവൻ തട്ടി നശിപ്പിച്ചില്ലേ? ഓക്കെ, ബീന. അത് നശിപ്പിച്ചത് രഘുവേട്ടനല്ല, പിന്നെ അത് നമ്മുടെ
ചെയ്ത പണിയാ, ഞാൻ കണ്ടതാ. ബാലു വിശ്വസിക്കാനാകാതെ നെറ്റി ചൊളിച്ചിട്ട് പറയണത്. ആ നെറ്റി ചുളിച്ച് നേരോ എന്തൊരു നേരോ കഷ്ടമാണ്. ഉം. നേരോ എന്തൊരു കഷ്ടമാണ്. നിനക്ക് അതിനെ കല്ലെറിഞ്ഞ് ഓടിക്കായിരുന്നില്ലേ? ഉം. ഞാൻ ഓടിച്ചു, അപ്പോഴേക്കും അത് കൊമ്പനാനെ തട്ടിത്തെറിപ്പിച്ചിരുന്നു. ഈ സമയം ദേഷ്യപ്പെട്ട് രഘു വരുന്നു. ദേഷ്യപ്പെടുന്നില്ലേ അല്ല? ആ ബാലുവിനോടായി, എന്റെ തത്തക്കൂട് നീ തല്ലി പൊളിച്ചു അല്ലേടാ? നീ കണ്ടോ? ഞാൻ കൊമ്പനാനെ തകർക്കുന്നത് നീ കണ്ടോ? കുറ്റബോധത്തോടെ നമ്മുടെ പട്ടിയാണ് അത് തട്ടി തകർത്തതെന്നും ഞാൻ ഇപ്പോഴാ അറിഞ്ഞത്. ഞാൻ അത് കണ്ടതാ. അതിന്റെ പക വീട്ടാനല്ലേ നീ എന്റെ തത്തക്കൂട് തകർത്തത്? ഞാനല്ല അത് ചെയ്തത്, ഞാനല്ല. പിന്നെ ആരാണ്? അത് കേട്ട് അച്ഛൻ വരുന്നു. അച്ഛൻ അടുത്തത്. അച്ഛൻ ഉറങ്ങിപ്പോയാ? ഇല്ല. ഞാനാ അതിന് കാരണക്കാരൻ. എന്റെ തത്തക്കൂട് അച്ഛൻ നശിപ്പിച്ചെന്നോ? മനഃപൂർവ്വമല്ല മോനെ. വിറക് പോരെന്ന് വിറകെടുത്തപ്പോ തെറിച്ചു തത്തക്കൂട്ടിൽ വീണതാ. കൂട് പൊട്ടി താഴെ വീണുപോയി. എന്തായാലും തത്തയ്ക്കൊന്നും പറ്റിയില്ല. ഭാഗ്യം, അത് പറന്നു പോയി. പറയടാ രഘു, കിളിക്കൂട് ഞാൻ നശിപ്പിച്ചേ. കൊമ്പനാനെ ഞാനല്ല ഉടച്ചതെന്ന് ബീന പറഞ്ഞില്ലേ? ബീന? ബാലേട്ടൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ കൊമ്പനാനയെ നമ്മുടെ പട്ടി തട്ടിക്കളഞ്ഞു. അത് രഘുവേട്ടൻ ചെയ്തതാണെന്നും പറഞ്ഞ് രണ്ടും കൂടി തല്ലിടുവായിരുന്നു. ആരും കുറ്റം ചെയ്തിട്ടില്ല. കാര്യമറിയാതെ ആരിലും കുറ്റം ചുമത്തരുത്. അതാ കുഴപ്പം. കുറ്റം ചെയ്യാത്തവനെ കുറ്റക്കാരനായി വിധിക്കരുത്. രഘുവിന്റെ നേരെ നോക്കി. ബാലു എന്താ പറയുന്നത്? പറഞ്ഞോ. എന്നോട് ക്ഷമിക്കേട്ടാ രഘു. ചേട്ടൻ എന്നോട്. അച്ഛൻ സന്തോഷഭാവത്തിൽ പുഞ്ചിരിച്ച് രണ്ടുപേരുടെയും തോളത്ത് കൈവെക്കുന്നു. അങ്ങനെ നമ്മുടെ കഥ ഇവിടെ അവസാനിക്കുന്നു. അപ്പൊ ഇനി ആരൊക്കെയാ വായിക്കുന്നേ? ഓക്കെ, ഷെഫിയും. നെക്സ്റ്റ് ഷെഫി ഉണ്ട്, ആരോൺ ഉണ്ട്, അൽന. ഓക്കെ, കയറി വരുന്നില്ല. അപ്പോ അടുത്ത 3 പേര് വായിച്ചോ. ഫസ്റ്റ് ഞാൻ വായിച്ചു തരാം. ആദ്യം നമ്മുടെ നാടകം ആരംഭിക്കുകയെ. അപ്പൊ അതിൽ ഫസ്റ്റ് എന്താണ്? ഗ്രാമപ്രദേശത്തുള്ള ഒരു കർഷകന്റെ വീട്. അതിന്റെ മുൻവശത്ത് 2 ആൺകുട്ടികൾ വഴക്കടിക്കുന്നു. അതുകൊണ്ട് സഹോദരിയായി ബീന ഓടിയെത്തുന്നു. ആരാ ബീനയാവുന്നേ? ശബ്ദമുയർത്തി എന്റെ ചേട്ടന്മാരെ തമ്മിലിരുന്ന 2 പേരും പിടിവിട്ടുമാറിക്ക് ദേഷ്യപ്പെട്ടു. പണി നോക്ക്, ഇവനെ ഒന്ന് ശരിപ്പെടുത്തിയിട്ട് കാര്യം. പിടിവലി തുടരുന്നു. രഘുവേട്ട ഒന്ന് പിടിവിട്ടുമാറ്. മാറിയിൽ നിൽക്ക്. അവൾ 2 പേരെയും പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു. സാധിച്ചില്ല. ഞാൻ കളിമണ്ണ് കൊണ്ട് ഒരു കൊമ്പനാനെ ഉണ്ടാക്കി. ഇവൻ ഇത് ഉടച്ചു കളഞ്ഞു.
രഘു ആരാണ്? ആരോണല്ലേ രഘു? ആ, ക്രിസ്റ്റി അച്ഛനായിക്കോ എന്നാലിന്ന്. രഘു രഘു നീ തന്നെയാണ് അത് നശിപ്പിച്ചേ. നിന്നെ ഞാൻ വെറുതെ വിടില്ല. അതിന് നീ എന്തിനാ കരയുന്നേ? അതെ, നിങ്ങളിങ്ങനെ തല്ലിടുന്നത് കണ്ടാൽ എങ്ങനെ കരയാണ്ടിരിക്കും? ചേട്ടന് ഇങ്ങനെ വായിക്കണ്ട ഷെഫി, ഇങ്ങനെ വായിക്കണം. എങ്ങനെ? നിങ്ങളിങ്ങനെ തല്ലിടുന്ന കണ്ടാൽ എങ്ങനെ കരയാണ്ടിരിക്കും? എനിക്കൊന്ന് കണ്ണ് തുടക്കുക. രഘുവേട്ടാ, ചേട്ടന്റെ തത്തക്കൂടി ഇതാ താഴെ വീണ് കിടക്കണ് അല്ലെ, അത്രേ പറയണ്ടോ? അപ്പൊ അത് കേട്ട് രഘു തലവർത്തി നോക്കി ഓടുന്നു. അപ്പൊ രഘു എന്ത് ചെയ്യണം? തല നിവർത്തി നോക്കി ഓടണം. ഓടാൻ പറ്റില്ല ഇപ്പൊ അവിടുന്ന് അല്ലേ? ഓക്കെ, അടുത്ത ആള് വായിക്കുവാ. രഘു അല്ല, ബാലു. നന്നായി എന്തിനാ ബാലേട്ട, നമ്മള് സഹോദരങ്ങളല്ലേ? ബീനെ, നിനക്കറിയാമോ, കളിമണ്ണ് കിട്ടാൻ ഞാൻ എത്ര ഓടിയെന്നോ? എന്നിട്ട് എത്ര കഷ്ടപ്പെട്ട ആ കൊമ്പനാനെ ഉണ്ടാക്കിയത്. അതവൻ തട്ടി നശിപ്പിച്ചില്ലേ? അത് നശിപ്പിച്ചത് രഘുവല്ല. പിന്നെ? അത് നമ്മുടെ പട്ടി ചെയ്ത പണിയാ, ഞാൻ കണ്ടതാ. നേരോ? എന്തൊരു കഷ്ടമാണ്. നിനക്കതിനെ കല്ലെറിഞ്ഞ് ഓടിക്കായിരുന്നില്ലേ? അടുത്ത ബീന. ഷെഫി പോയ? ഷെഫി ചെക്കാൻ തോന്നുന്നു. ഓക്കെ, നെക്സ്റ്റ് ദേവാഞ്ജൻ. എന്നാ വായിച്ചോ. ഞാൻ ഓടിച്ചു, അപ്പോഴേക്കും അത് കൊമ്പനാനെ തട്ടിത്തെറിപ്പിച്ചിരുന്നു. എന്റെ തത്തക്കൂട് നീ തല്ലി പൊളിച്ചു അല്ലേടാ? നീ കണ്ടോ? ഞാൻ കൊമ്പനാനെ തകർക്കുന്നത് നീ കണ്ടോ? നമ്മുടെ പട്ടിയാണ് അത് തട്ടി തകർത്തത് എന്ന് ഞാൻ ഇപ്പോഴാ അറിഞ്ഞത്. ബീന, ഞാനത് കണ്ടതാ. അതിന്റെ പക വീട്ടാൻ നല്ലേ നീ എന്റെ കൂട് തകർത്തത്? ഞാനല്ല അത് ചെയ്തത്, ഞാനല്ല. പിന്നെ ആരാണ്? അത് കേട്ട് അച്ഛൻ വരുന്നു. അച്ഛൻ ആരാ ഇതില്? ക്രിസ്റ്റി സിൻഡോ ആണോ? ക്രിസ്റ്റി സിൻഡോ അവിടെ ഉണ്ടോ? മിസ് അച്ഛൻ, ഞാനാ അതിന് കാരണക്കാരൻ. എന്റെ തത്തക്കൂട് അച്ഛൻ നശിപ്പിച്ചെന്നോ? മനഃപൂർവ്വമല്ല മോനെ, വിറകുപുരേന്ന് വിറകെടുത്തപ്പോ തെറിച്ച് തത്തക്കൂട്ടിൽ വീണതാ. കൂട് പൊട്ടി താഴെ വീണുപോയി. എന്തായാലും തത്തയ്ക്ക് ഒന്നും പറ്റിയില്ല, ഭാഗ്യം. അത് പറന്നുപോയി. പറയടാ രഘു, കിളിക്കൂട് ഞാനാ നശിപ്പിച്ചേ. കൊമ്പനാനെ ഞാനല്ല ഉടച്ചതെന്ന് ബീന പറഞ്ഞില്ലേ? ബാലേട്ടൻ കളിമണ്ണോണ്ടുണ്ടാക്കിയ കൊമ്പനാനയെ നമ്മുടെ പട്ടി തട്ടിക്കളഞ്ഞു. അത് രഘുവേട്ടൻ ചെയ്തതാണെന്നും പറഞ്ഞ് രണ്ടും കൂടി തല്ലിടുകയായിരുന്നു.
ആരും കുറ്റം ചെയ്തിട്ടില്ല. കാര്യമറിയാതെ ആരിലും കുറ്റം ചുമത്തരുത്. അതാ കുഴപ്പം. കുറ്റം ചെയ്യാത്തവനെ കുറ്റക്കാരനായി വിധിക്കരുത്. എന്നോട് ക്ഷമിക്കടാ രഘു. ചേട്ടൻ എന്നോടും. അപ്പൊ അച്ഛൻ സന്തോഷഭാവത്തിൽ പുഞ്ചിരിച്ച് രണ്ടുപേരുടെയും തോളത്ത് കൈവെക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നല്ല പോലെ വായിച്ചിട്ട് വാ കേട്ടോ. അപ്പൊ അതൊരു രസം ഉണ്ടാവും. ഓക്കെ, നമുക്കിത് വായിക്കാം ഇതുപോലെ എല്ലാ കുട്ടികളെ കൊണ്ടും. ഓക്കെ, ബൈ. അപ്പൊ എന്ത് ചെയ്യണം? എല്ലാരും നല്ല പോലെ വായിക്കണം. ഓക്കെ, ബൈ. താങ്ക് യു. ഓ, നല്ല പോലെ വായിക്കണം. ഓക്കെ, ബൈ.